ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നദ്ധിയിൽ ദൈവവചനത്തിനു മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗിൽ ഇടിയുന്ന പ്രിയ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 14-15 വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2 Chronicles chapter 20 verses 14 and 15. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-15 വേദഭാഗങ്ങൾ. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖര്യാവിന്റെ മകനായ യഹസ്യേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ സായന വേളയിൽ ദൈവവചന ധ്യാനത്തിനു വേണ്ടി എടുക്കുവാൻ ഇടവന്നത്. ഈ 20-ാമത്തെ അധ്യായം നമ്മൾ പ്രാരംഭ വാക്യം തൊട്ട് ആമേൻ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയുന്നു എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് അല്പകാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുന്നത്? ആമേൻ. നമുക്ക് അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരെ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യഹോശഫാത്ത് എന്ന ഇസ്രായേൽ രാജാവിന് എതിരായിട്ട് മോവാബ്യര്, അമ്മോന്യര്, അപ്പോൾ തന്നെ മെയൂന്യര് ചിലര് അവര് യുദ്ധത്തിന് വേണ്ടി കടന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിന്റെ നടുവില് ആമേൻ യഹോശഫാത്ത് ഭയപ്പെടുകയും എന്നാൽ പിന്നീട് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന പ്രതിസന്ധികൾ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടായിരിക്കാം ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത്? ആരാണ് എന്റെ ശത്രു എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബാഹ്യമായ ശക്തികളാണ് യഹോശഫാത്തിനെതിരായിട്ട് യുദ്ധത്തിന് കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ബാഹ്യമായ ശക്തികളാകണമെന്നില്ല. നമ്മുടെ ശത്രുക്കൾ ഒരുപക്ഷെ നമ്മൾ തന്നെ ആകാനും സാധ്യതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിശദീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്? പ്രൈസ് ദി ലോർഡ്. അത് എന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും കുറവുകൾ നിമിത്തമാണോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലവട്ടം ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തന്നിട്ടും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാകാതിരുന്നത് കൊണ്ടാണോ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുവാൻ ഇടവന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എക്സാമ്പിൾ നമുക്ക് തിരുവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ തന്നെ നോക്കിയാൽ മതി. അവർക്ക് പലവട്ടം ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രവാചകന്മാരിലൂടെ ദൈവം നൽകി കൊടുത്തിട്ടും അവര് ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിയുവാൻ തയ്യാറാകാതെ അന്യവിഗ്രഹങ്ങളെ സേവിക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ ദൈവം അവർക്ക് ബാബിലോണിയ പ്രവാസം ആമേൻ നൽകി കൊടുക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. 70 സംവത്സരം ആ ബാബിലോണിയ പ്രവാസത്തിനകത്ത് അവർ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഒരു മടങ്ങി വരവ് അവരുടെ ജീവിതത്തിനകത്ത് സാധ്യമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്.
ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പ്രതിസന്ധി ഒന്ന് തീരണം. പ്രൈസല്ലോ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ഉപവസിക്കുന്നു, അതിനുവേണ്ടി ദൈവസന്നിധി കാത്തിരിക്കുന്നു. എന്നാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ പ്രതിസന്ധി ദൈവം എന്റെ ജീവിതത്തിനകത്ത് അനുവദിക്കുമ്പോൾ എന്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്റെ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്ന് ഞാൻ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ. ആമേൻ. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേ, പ്രൈസലോ. ഇസ്രായേലി മക്കള് പ്രവാസത്തിലേക്ക് പോകുന്നു. പ്രവാസത്തിലേക്ക് ചെന്നതിന് ശേഷം അവരോട് ചില പ്രവചനങ്ങൾ കേൾക്കുന്നു. ആ പ്രവചനങ്ങൾ കേട്ടപ്പോൾ ഇപ്പോൾ പ്രവാസം തീരുമെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലാകുന്നു 70 സംവത്സരം കൊണ്ട് ഈ പ്രവാസം അവസാനിക്കത്തുള്ളൂ. പ്രൈസലോ. അപ്പൊ ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി ദൈവം അനുവദിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് പിന്നിലെ കാരണം എന്താണ്? പ്രൈസലോ. അത് എന്റെ എന്തെങ്കിലും കുറവുകളാണെങ്കിൽ ആ കുറവുകളെ ഞാൻ ഏറ്റുപറയുവാൻ ഇടവരണം. ആമേൻ. ദൈവസന്നിധിയിൽ അനുദപിക്കുവാൻ ഇടവരണം. ആമേൻ. ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ഇടവരണം എന്ന് തിരുവചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. നിനവെ പട്ടണത്തിന് എതിരായിട്ട് ഒരു ന്യായവിധിയുടെ ദൂത് പറയുവാനാണ് ദൈവം, ആമേ, പ്രൈസലോ, യോനെ അയക്കുന്നത്. എന്നാൽ തർശീസിലേക്ക് പോകുന്നു. പിന്നീട് യോനയ്ക്ക് മാനസാന്തരം ഉണ്ടായി. നിനവെ വന്ന് നിനവെ പട്ടണത്തോടെ ന്യായവിധിയുടെ ദൂത് തന്നെയാണ്, ആമേ, പ്രൈസലോ, യോന ജഗൻ അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യായവിധിയുടെ ദൂത് നിനവെ പട്ടണത്തോട് ദൈവം അറിയിക്കുന്നത്? അത് നമുക്ക് വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആ ജനസമൂഹത്തിന്, ആമേ, ദൈവം പല വാണിംഗങ്ങൾ കൊടുത്തിട്ടും അവര് ദൈവത്തിന്റെ ജനത്തിനെതിരായിട്ടും ദൈവഹിതത്തിനെതിരായിട്ടും ഒക്കെ പ്രവർത്തിച്ചതിന്റെ നിമിത്തമായിട്ടാണ് ആ ന്യായവിധിയുടെ ദൂത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അവര് മാനസാന്തരപ്പെടുവാൻ തയ്യാറായപ്പോൾ ദൈവം അവരുടെ മുകളിൽ വരുത്തുമെന്ന് വിചാരിച്ച ആ ന്യായവിധി ഓർത്ത് ദൈവം അനുദപിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ വരുത്താതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ, ആമേൻ, നമ്മൾ ആദ്യമായിട്ട് നമ്മളിലേക്ക് നമ്മൾ നോക്കണം. പ്രൈസലോ. പല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടി പറയും, ആമേ, പ്രൈസലോ, ഇന്ന ശത്രുക്കൾ നിമിത്തമാണ്, ഇന്ന വ്യക്തികൾ നിമിത്തമാണ് എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മറ്റു പലരിലേക്കും നമ്മൾ നോക്കാതെ, മറ്റ് സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ ഇന്ന് രാത്രികാലം നമ്മളിലേക്ക് നമ്മൾ നോക്കിയാട്ടെ. പ്രൈസലോ. എവിടെയെങ്കിലും എനിക്ക് അനുദപിച്ച് മടങ്ങി വരേണ്ട ഒരു അവസരം ദൈവം തരുന്നുണ്ടോ? ആമേ, പ്രൈസലോ. അതിനുവേണ്ടിയാണോ ഈ ഒരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിടുന്നത്? അങ്ങനെയാണെങ്കിൽ നിനവെ പട്ടണം ദൈവസന്നിധിയിൽ അനുദപിച്ചതുപോലെ, കുറവുകൾ ഏറ്റുപറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് യഥാസ്ഥാനപ്പെടുവാൻ കഴിയുന്നുവെങ്കിൽ, ആമേ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രികാലം വിശ്വസ്തനാണെന്ന് തിരുവചനം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. അത് മാത്രമല്ല, പലപ്പോഴും, ആമേ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ, ആമേ, ഹൃദയത്തിന്റെ ചില ചിന്തകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിന്റെ ചില ചിന്തകൾ, ഹല്ലേലൂയ, ചില വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുക. ആമേൻ. ആ വിഷയത്തിന്റെ നടുവില് നമ്മൾ തന്നെ പലപ്പോഴും, ആമേൻ, നമ്മുടെ, ആമേ, ഹൃദയത്തിനകത്ത് മനസ്സിൽ ചിന്തിച്ച് നമ്മുടെ നാവ് കൊണ്ട് പറയും, ഈ വിഷയത്തിനകത്ത് എനിക്ക് വിടുതൽ കാണാൻ പറ്റത്തില്ല. പ്രൈസലോ. നമ്മുടെ തലമുറയെ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇവനൊന്നും ഗുണം പിടിക്കാൻ പോകത്തില്ല. പ്രൈസലോ. അപ്പൊ നമ്മൾ പലപ്പോഴും, ആമേൻ, നമ്മുടെ, ആമേ, ചിന്തകള്, നമ്മുടെ വാക്കുകള്, ഹല്ലേലൂയ, നമ്മുടെ വിടുതലിന് എതിരായിട്ട് പറഞ്ഞുപോയ സാഹചര്യങ്ങളുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, ആമേൻ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, ഒരു വിഷയത്തിന്റെ നടുവിൽ നിന്ന് പുറത്തു വരുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും നിരാശപ്പെട്ട് പറഞ്ഞ ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ അവിശ്വാസ നിമിത്തം പറഞ്ഞു പോയ ഒരു വാക്കായിരിക്കാം. ആമേൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ഇന്ന് രാത്രികാലം നമ്മൾ കെട്ടിയ ആ കെട്ടിനെ നമ്മൾ തന്നെ അഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ അവിശ്വാസത്തിന്റെ ആ വാക്കിനെ, ആമേൻ, നമ്മൾ തന്നെ തിരുത്തുവാൻ ഇന്ന് രാത്രികാലം ഇടവരുമ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുവാൻ ഇടവരുമെന്ന് തിരുവചനം ശക്തമായിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. തലമുറയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, തലമുറയുടെ ഒരു നല്ല വഴിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഇന്നലകളിൽ നമ്മൾ പറഞ്ഞു ഇവൻ ഗുണം പിടിക്കത്തില്ലെന്ന്, ആമേൻ, നമ്മൾ നിരാശപ്പെട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുകയാണ്. ആമേ, പ്രാർത്ഥന നല്ലതാ,
നല്ലതാ, വിഷയത്തിന് മറുപടി നിശ്ചയമായിട്ട് ഉണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ കെട്ടിയ ഒരു കെട്ടിനെ നമ്മൾ അഴിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ദൈവസന്നിധി നമ്മൾ പിറുവിറുത്തു പോയിട്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. മറുപടികൾ താമസിച്ചു പോയപ്പോൾ നമ്മൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പോയിട്ടില്ലേ? ആമേൻ. ജീവിതത്തിനകത്ത് മരുഭൂമിയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, അവർക്ക് ആവശ്യമുള്ള ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. ആഹാരം അവർ വായിലിരിക്കുമ്പോൾ തന്നെ അവർ പിറുപിറുത്ത അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ല. പ്രൈസ്. അപ്പൊ ദൈവം വ്യക്തമായി പറയുകയാണ്, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് പിറുപിറുത്തു പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിശ്വാസം പറഞ്ഞു പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, നമ്മുടെ വിധി നമ്മൾ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ആമേൻ നമ്മുടെ വായിൽ നിന്ന് വന്നുപോയ ആ വാക്കുകൾ ഒന്ന് തിരുത്തി പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണോ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് വിലയിരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഇവിടെ യഹോശഫാത്തിനെതിരെ കടന്നു വരുന്നത് 3 ആമേൻ ശക്തികളാണ്. ഒരുമിച്ച് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരെ കുറിച്ച് പറയുന്ന ഒരു വലിയ സമൂഹം. പ്രൈസ് ദി ലോർഡ്. കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു എന്നാണ് യഹോശഫാത്തിനോട് വിവരം അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാഹ്യമായ ഒരു ശക്തി ഹല്ലേലൂയ യഹോശഫാത്തിനെതിരെ കടന്നു വരുമ്പോൾ യഹോശഫാത്ത് അവിടെ എന്ത് ചെയ്തു? ഭയപ്പെട്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനുഷികമായിട്ട് ഹല്ലേലൂയ, മാനുഷികമായിട്ട് മാത്രം ഒന്ന് ചിന്തിച്ചാട്ടെ. ആമേൻ. ഇങ്ങനെ ഒരു സാഹചര്യം നമുക്കെതിരെ കടന്നു വന്നാൽ ആമേൻ, മാനുഷികമായി നമ്മൾ ഭയപ്പെട്ടു പോകുവാൻ സാധ്യത ണ്ട്. ഹല്ലേലൂയ. എത്ര ആമേൻ ശക്തനാണെങ്കിലും, എത്ര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിലും, ഇങ്ങനെ ഒരു വലിയ സമൂഹം നമുക്കെതിരെ കടന്നു വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ മാനുഷിക നിലയിൽ ഭയപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ഭയം നമ്മളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോകരുത്. ഹല്ലേലൂയ. ആമേൻ. പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. നാളെ എന്തായി തീരുമെന്ന് ആമേൻ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ഭയം നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഇവിടെ യഹോശഫാത്ത് ചെയ്യുന്നു, ഭയപ്പെട്ടുവെങ്കിലും 3-ാം വാക്യത്തിൽ നോക്കിക്കേ, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുകയെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒന്നാമതായിട്ട് പറഞ്ഞു, നമ്മളിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കുറവ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരണം. ഭയം ഒരു വശത്ത് ഉണ്ടായെങ്കിലും ആ ഭയം എന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്ക് നോക്കാൻ യഹോശഫാത്തിനെ പ്രേരിപ്പിക്കുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും സാഹചര്യങ്ങൾ തരുന്ന ഭയം നമ്മെ നിയന്ത്രിക്കുമ്പോൾ അത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടവരും. എന്നാൽ ചില ഭയങ്ങള് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എപ്പോഴാ? ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരുകയാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു, ഏതെങ്കിലും സാഹചര്യങ്ങള് നിങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, അത് ഇന്നേ കുറിച്ചോ നാളെയെ കുറിച്ചോ ജീവിതം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ചോ ഓർത്ത് ഭയം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകുന്നുവെങ്കിൽ, ആ ഭയം നിങ്ങളെ നിയന്ത്രിക്കുവാൻ അനുവദിക്കാതെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പൊന്മുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഈ ജനം ഒരുമിച്ച് കടന്നു വരുന്നത് യഹോവയെ അന്വേഷിപ്പാനാണ് അവർ കടന്നു വരുന്നത്. യഹോവയോട് സഹായം ചോദിക്കുവാൻ വേണ്ടി അവർ കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ദൈവമേ എന്നെ സഹായിക്കണമേ, എന്റെ വിഷയത്തിന്റെ നടുവില് എന്റെ ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിഷയങ്ങളുടെ നടുവിൽ മറുപടികളെ ദൈവം തരുവാൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു വശത്ത് സാഹചര്യം തരുന്ന ഭയം, പ്രൈസ് ദി ലോർഡ്, മറുവശത്ത് ദൈവത്തിലുള്ള ആശ്രയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, നമുക്ക് വേണ്ടത് ഏതാണ്? പ്രൈസ് ദി ലോർഡ്. സാഹചര്യം തരുന്ന ഭയമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്, അതോ ദൈവത്തിലുള്ള ആശ്രയമാണോ, ആ വിശ്വാസമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്?
കേന്ദ്രീകരിക്കേണ്ടത്. പ്രൈസലോ, നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. പ്രൈസലോ, എനിക്ക് സാഹചര്യം തരുന്ന ഒരു ഭയത്തിനകത്ത്, സാഹചര്യം തരുന്ന ഒരു നിരാശയ്ക്കകത്ത് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം ഉള്ളപ്പോ, എനിക്ക് വിശ്വസിക്കാൻ ഒരു ദൈവമുള്ളപ്പോ, ഇന്നലകളിൽ എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ച ഒരു ദൈവം ജീവിക്കുമ്പോൾ, ഞാൻ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയണം. എന്തെങ്കിലും കുറവുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പറയണം. പ്രൈസലോ, ദൈവസന്നിധിയിലേക്ക് വരണം. ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുവാൻ ഇടവരണം. പ്രൈസലോ, അങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസലോ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. പ്രൈസലോ, വെറുതെ പ്രൈസലോ അല്പസമയം കളയാൻ വേണ്ടി ദൈവസന്നിധി ഇരിക്കുകയല്ല. നമ്മൾ ആരുടെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്? ആ ദൈവത്തിന്റെ ബലം എന്താണ്? ആ ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്? ആ ദൈവത്തിന്റെ ശക്തി എന്താണ്? അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഒരിക്കലും ക്ഷീണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല. ഞാൻ പറയുന്ന ആത്മീയാശയത്തെ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മള് ദൈവസന്നിധിയിലേക്ക് വരുന്നുവെങ്കിലും ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകുകയാണ്. പ്രാർത്ഥനയുടെ നടുവില് പലപ്പോഴും ക്ഷീണിച്ചു പോകുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നാം ആരുടെ സന്നിധിയിലാണ് വന്നത്? ആ ദൈവത്തെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ, തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അലസതകളായി മാറുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം നോക്കിയാട്ടെ. പ്രൈസ് 5 തൊട്ട്, യഹോശഫാത്ത് യഹോവയുടെ ആലയത്തില് പുതിയ പ്രാകാരത്തിന് മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ. നോക്കുക, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ആർക്കാ ഉള്ളത്? ദൈവത്തിനാണുള്ളത്. പ്രൈസ് യഹോശഫാത്ത് തന്റെ ശക്തിയിലല്ല ആശ്രയിക്കുന്നത്, തന്റെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, തന്റെ സൈന്യബലത്തിലല്ല ആശ്രയിക്കുന്നത്. ആരിലാണ് ആശ്രയിക്കുന്നത്? ശക്തിയും പരാക്രമവും ഒക്കെയുള്ള ആ സർവശക്തനായ ദൈവത്തിലാണ് യഹോശഫാത്ത് ആശ്രയിക്കുന്നത്. ഇന്ന് രാത്രികാല ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ നമുക്കെതിരായിട്ട് കടന്നു വരുമ്പോ നമ്മൾ ആശ്രയിക്കുന്നത് എന്തിലാണ്? നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? എന്തിനാണ് നമ്മൾ മുറുകെ പിടിച്ച് അപ്പുറം കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? അത് ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തികളിലാണോ? ഏതെങ്കിലും ശക്തികളിലാണോ? ഇത് രാത്രികാലം പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് പറയാനുള്ളത്, നമ്മിൽ ആശ്രയിക്കാതെ, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ, ലോകത്തിൽ ഒരു വ്യക്തിയിൽ ആശ്രയിക്കാതെ, മറിച്ച് സർവശക്തിയുള്ള ദൈവത്തില് ഇന്ന് രാത്രികാലം ആശ്രയിക്കാൻ കഴിയുന്നെങ്കിൽ ശക്തമായ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമെന്ന് തിരുവചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവമാരാണ്, ദൈവം എന്റെ ജീവിതത്തിനകത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് നമ്മൾ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 20-ന്റെ 12-ാമത്തെ വേദഭാഗം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ വ്യക്തമായി യഹോശഫാത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്ന, പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ശത്രുവാണ് ഞങ്ങൾക്കെതിരായിട്ട് കടന്നു വന്നിരിക്കുന്നത്. എന്നാല് ആ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് എന്തില്ല? ഞങ്ങൾക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ശക്തിയില്ല,
എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. പ്രൈസ് അവിടെ യഹോശഫാത്ത് ദൈവസന്നിധി സമർപ്പിക്കുകയാണ്, താഴുകയാണ്. പ്രൈസലോ ആമേൻ. ദൈവമേ, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല. ഇന്ന് രാത്രികാലം ദൈവമക്കളെ വചനം കേട്ടുകൊണ്ടിരിക്കും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. ചില സാഹചര്യങ്ങളുടെ നടുവില് ആമേൻ ആമേൻ തരണം ചെയ്യുവാൻ ശക്തിയില്ലാതെ, അപ്പോൾ തന്നെ ചില വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ ആമേൻ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം ആയിരിക്കുന്നുവെങ്കിൽ അടുത്ത വചനം നമ്മളെ വളരെയധികം ശക്തീകരിക്കുവാൻ ഇടവരും. ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല, പക്ഷേ എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കുക, എനിക്ക് ശക്തിയില്ല, എനിക്ക് അറിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ കണ്ണ് ഇപ്പോഴും എങ്ങോട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സർവശക്തനായ ദൈവത്തിങ്കലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വിടുതൽ ജീവിതത്തിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു താഴ്മ ആവശ്യമാണ്. നമ്മുടെ സ്വയം കഴിവിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കാതെ ഇന്ന് രാത്രികാലം ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവമക്കളെ നമുക്ക് ഇടവരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടവരുമെന്ന് തിരുവചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ശക്തിയില്ല ദൈവമേ, ദൈവത്തോട് തുറന്നു പറയണം, ദൈവമേ ശക്തിയില്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ വിഷയത്തെ പരിഹരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നെന്ന് വരാം. എന്നാൽ ഒരു ദൈവ പൈതൽ ആശ്രയിക്കുന്നത് എവിടെയാ? ഒരു ദൈവ പൈതൽ നോക്കുന്നത് എങ്ങോട്ടാ? ദൈവത്തിന്റെ മുഖത്തേക്കാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ദൈവം ഇറങ്ങി പരിഹരിക്കുവാൻ ഇടവരുമെന്ന് തിരുവചന ശക്തമായിട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ശക്തിയില്ലായിരിക്കാം, നമുക്ക് കഴിവില്ലായിരിക്കാം, എന്നാൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവനെ ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് തിരുവചനം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. പൗലോസ് തന്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലകളിൽ ശാരീരികമായ ഒരു ബലഹീനത, ഒരു ശൂല് തന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്നപ്പോ, വേദനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ശൂലം മാറണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പ്രൈസ്. അപ്പോൾ നമുക്ക് സാധിക്കാത്തത്, നമുക്ക് കഴിയാത്തത് നമ്മുടെ ജീവിതത്തിനകത്ത് സാധിപ്പിക്കുവാൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടവരുമെന്ന തിരുവചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നമ്മുടെ അവസ്ഥ ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു പറയുവാൻ ദൈവമക്കളിൽ നമുക്ക് ഇടവരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് പ്രവർത്തിക്കാൻ ദൈവ വിശ്വസ്തന. കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. ദൈവമാരാണ്, അവന്റെ ശക്തി എന്താണ്? ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധി കാത്തിരിക്കുവാൻ തയ്യാറാകണം. ദൈവസന്നിധിയിലേക്ക് വരുമ്പോ നമ്മളുടെ ആ ലോകം തരുന്ന ആ സോക്കോൾഡ് കോളർ വെച്ചല്ല നമ്മൾ വരേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോ, ദൈവമേ ശക്തിയില്ല, അറിയത്തുമില്ല, പക്ഷെ ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ യഥാർത്ഥ ആരാധന എപ്പോഴാ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? ദൈവത്തെ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കുമ്പോഴാ. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥ മഹത്വം ദൈവത്തിന് എപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുമ്പോൾ, അത് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഏറ്റവും അധികമായിട്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലം ഞാൻ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ നടുവില് പ്രൈസ് ദി ലോർഡ്, ഞാൻ നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ ദൈവത്തിന് ആരാധന കൊടുക്കുകയാണ്. കാരണം എന്താ? ഈ ലോകത്തിൽ എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല, എന്നെ വിടുവിക്കുവാൻ ആരുമില്ല. എന്റെ ശക്തി കൊണ്ട് സാധ്യമല്ല. എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്നു. നീയാണ് വലിയവൻ. ഹല്ലേലൂയ. നീയാണ് മഹത്വത്തിന്റെ യോഗ്യൻ. യഥാർത്ഥ ആരാധന തീച്ചൂളയുടെ നടുവിൽ ചവിട്ടി ക്കുമ്പോഴാ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ താഴുകയും സമർപ്പിക്കുകയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യെഹസിയേൽ എന്ന് പറയുന്ന ലേവ്യന് നിന്ന് അവൻ ഇങ്ങനെ പറയുക. 15-ാമത്തെ വാക്യത്തിനകത്ത് അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവേൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം
നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുവന്നു, ഞാൻ ദൈവസന്നിധി താഴ്ന്നു സമർപ്പിക്കുന്നു, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതേ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ വിഷയം കൊണ്ടുവന്നു, ഇനി ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ജൽപ്പനം ചെയ്യേണ്ട ആവശ്യമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിഷയം കൊണ്ടുവന്നാൽ ഞാൻ തിരിച്ചറിയണം, ആമേൻ, ആ നിമിഷം തൊട്ട് എന്റെ വിഷയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആരാണ്? സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുവന്നു, പ്രാർത്ഥനയ്ക്ക് അത് കൊണ്ടുവന്നു, ദൈവത്തോട് നമ്മൾ അത് തുറന്നു പറഞ്ഞു. ആമേൻ. നമ്മുടെ കഴിവില്ലായ്മ നമ്മൾ ദൈവത്തോട് തുറന്നു പറഞ്ഞു. അടുത്ത നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ആലോചനകളല്ല, നമ്മുടെ കഴിവല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. യുദ്ധം, ആമേൻ, ആർക്കുള്ളതാണ്? യുദ്ധം ദൈവത്തിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 38 സംവത്സരം കുളക്കടവിൽ കടന്ന മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വെള്ളം കലങ്ങുമ്പോ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ട് എത്തിക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന്റെ അവസ്ഥ അവൻ കർത്താവിനോട് തുറന്നു പറയുക, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, എന്റെ അവസ്ഥ ഇതാണ്, എന്നെ ഒന്ന് സഹായിപ്പാൻ ആരുമില്ല. അപ്പൊ അടുത്ത നിമിഷം കർത്താവ് എന്താ പറയുന്നത്? എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാ, നമ്മുടെ ഉള്ള അവസ്ഥ ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ, ദൈവസന്നിധിയെ സമർപ്പിച്ചാൽ, അടുത്ത നിമിഷം തൊട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മളല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുക. വിശ്വാസത്തിൽ റിലാക്സ് ചെയ്യണം എന്നുള്ളതാണ്, ആമേൻ, ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്റെ ദൈവത്തോടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ദൈവം എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, ആമേൻ, ഞാൻ പിന്നെ വിശ്വാസത്തെ റിലാക്സ് ചെയ്താൽ മതി. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തെ കാത്തിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ബാക്കി കാര്യം ആരാ ചെയ്യുന്നത്? സർവശക്തനായ ദൈവമാണ്. അടുത്ത വാക്യമായി ഒന്നുകൂടെ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. 17ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പടയില് നിങ്ങൾക്ക് പൊരുതേണ്ട ആവശ്യമില്ല, കാരണം യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാല് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ശത്രുവിന് നേരെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ. തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. അതിന്റെ 20ാമത്തെ വാക്യം അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വിഷയത്തെ ഏറ്റെടുത്ത് അതിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന്റെ ആലോചന എന്താ? നമ്മൾ വിശ്വാസ നിമിത്തമായിട്ട് ഈ പ്രശ്നത്തിന് നടുവിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മള്, ആമേൻ, പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ആമേൻ, ഇടയ്ക്ക് വെച്ച് നമ്മള് പിന്തിരിഞ്ഞു പോവുകയും, ഇടയ്ക്ക് വെച്ച് നമ്മൾ വിഷയത്തെ മാറ്റിവെച്ചിട്ട് പോവുകയും. എന്നാൽ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഉറച്ചു നിൽക്കണമെങ്കിൽ വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. ആമേൻ. ഇന്ന് രാത്രികാലം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്റെ വിഷയം ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു, ദൈവത്തോട് എന്റെ ബലഹീന വശം ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് കഴിയത്തില്ല ദൈവമേ, എനിക്ക് ശക്തിയില്ല, എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാല് ആമേൻ, പ്രൈസ് ദി ലോർഡ്, എന്റെ കണ്ണ് നിന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്റെ ആശ്രയം നിന്നിലേക്കാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിനോട് വചനം പറയുന്നത്, യുദ്ധം നിങ്ങളുടേതല്ല. ആമേൻ. നിങ്ങൾ പൊരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉറച്ചു നിന്നാ മതി. ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുക. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് കാണുവാൻ കഴിയുമെന്ന് തിരുവചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിന്റെ 21ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ,
അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കുക, യുദ്ധത്തിൽ ഇവര് പൊരുതേണ്ട ആവശ്യമില്ല. എന്നാൽ ആമേൻ എന്താണ് ചെയ്യുന്നത്? അവര് പരസ്പരം ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവാനും അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ഹല്ലേലൂയ. ആമേൻ. വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധിയും തീച്ചൂളയിലും ഒക്കെ ചവിട്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ പൈതൽ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, പ്രതിസന്ധി മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ അവർ എന്ത് ചെയ്യുക? ആമേൻ സംഗീതക്കാരെ നിയമിച്ചുകൊണ്ട് ആമേൻ സൈന്യത്തിന് മുമ്പിൽ യഹോവയായ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം വളരെ ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ആമേൻ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചയമുള്ള ഭാഗമാണല്ലോ. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കുന്നു, ചങ്ങലകൾ അടിയുന്നു, അവര് പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കത്ത് ആമേൻ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായി ഈ ലോകം സൃഷ്ടിക്കുന്ന കാരാഗ്രഹങ്ങളുടെ നടുവില് നമ്മൾ അവസാനിച്ചു പോവുകയല്ല വേണ്ടത്, മറിച്ച് ആമേൻ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് ആരാധിച്ച് അവരെന്ത് ചെയ്യുകയാണ്? ആമേൻ വിടുതലുകളെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ, അതിന്റെ അടിസ്ഥാനത്തെ ഇളക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാതിലുകൾ തുറക്കുകയാണ്, ചങ്ങലകൾ സ്വതവേ അടിഞ്ഞു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാല അവൻ ചില ചങ്ങലകൾ അഴിഞ്ഞു മാറണം. പ്രൈസ് ദി ലോർഡ്. ചില വാതിലുകൾ തുറക്കപ്പെടണം. ചില ദൈവപ്രവൃത്തികൾ ദൈവമക്കൾ കാണുവാൻ ഇടവരണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? ആമേൻ ഏത് പ്രതിസന്ധിയാണെങ്കിലും നിരാശപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിലേക്ക് ആ വിഷയത്തെ കൊടുത്തിട്ട് നമ്മൾ ദൈവസന്നിധി വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും ഇന്ന് രാത്രികാലം കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ ഒരുമിച്ച് കാണുവാൻ ഇടവരുമെന്ന് തിരുവചനം ആമേൻ ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധിയെ പരിഹരിക്കാൻ നമുക്ക് കഴിയത്തില്ല, നമുക്ക് ശക്തിയില്ല, ആമേൻ നമുക്കതിനുള്ള അറിവില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഉറച്ചു നിൽക്കണം വിശ്വാസത്തില്. ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും കൊടുക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം യുദ്ധം ചെയ്യുന്ന നമ്മളല്ല, ആമേൻ പ്രൈസ് ദി ലോർഡ്, നമ്മള് ആമേൻ ഉറച്ചു നിന്നാൽ, ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ യുദ്ധം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് തിരുവചനം വ്യക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ്. ഈ ലോകത്തിന്റെ യുദ്ധത്തിന് ആമേൻ ഒരു കോമൺ നീതിയുണ്ട്. ഹല്ലേലൂയ. ഒരു കോമൺ രീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല, അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ നിയമങ്ങളുണ്ട്. പ്രൈസ്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ചുമ്മാ പോയി ആമേൻ ആക്രമിക്കാൻ കഴിയത്തില്ല. ഒരു യുദ്ധ നീതിയുണ്ട്, അതിനകത്ത് ഒരു എത്തിക്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അതൊക്കെ ആമേൻ ഈ ലോകത്തിന്റെ രീതിയാണ്. എന്നാൽ ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തിന്റെ രീതിയിലല്ല ആമേൻ ദൈവം യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ഇന്ന രീതിയിലായിരിക്കാം നമുക്ക് വിടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളിൽ നമ്മൾ ചിന്തിക്കുന്ന, വിചാരപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ആമേൻ ആലോചിക്കുന്ന രീതികളിൽ ഒന്നും അല്ലായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിടുതലുകൾ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആമേൻ നോക്കിയാട്ട് ഇവരിങ്ങനെ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ യഹൂദയ്ക്കും ആമേൻ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അതിനുശേഷമുള്ള വാക്യം, അങ്ങനെ അവർ തോറ്റുപോയി. അമോന്യരും മോവാബ്യരും സേയിർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സേയിർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിക്കപ്പെടുവാൻ ഇടവന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആമേൻ ഇവിടെ ആമേൻ സംഭവിച്ചൊരു കാര്യം, ഈ രണ്ട് പേര് അമോന്യരും മോവാബ്യരും ആമേൻ സേയിർ പർവ്വതക്കാരുടെ നേരെ യുദ്ധത്തിന് കടന്നു വന്ന് അവരെ കൊന്നു കളഞ്ഞു. അതിനുശേഷം മറ്റുള്ള രണ്ടു
പേര് പരസ്പരം ആക്രമിച്ച് അവർ അവസാനിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു സാധാരണ യുദ്ധരീതിയൊന്നും അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവം ഇടപെടുന്ന വിഷയങ്ങളിൽ വ്യത്യസ്തമായ രീതികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് എരിഹോവും അതില് തകർന്നത് എങ്ങനെയാണ്? പ്രൈസലോ അത് ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ അല്ലേ? ഹല്ലേലൂയ. അതായിരുന്നു അവിടെ ദൈവം പറഞ്ഞിരുന്ന കാര്യം. പ്രൈസ്. അപ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഒരു വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഒരു വിഷയത്തിന്റെ നടുവിൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഇന്നലകളിൽ എക്സ്പീരിയൻസ് ചെയ്ത, ഇന്നലകളിൽ മനസ്സിലാക്കിയ ഒരു രീതി കൊണ്ട് ഇന്നത്തെ വിഷയത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ വിഷയത്തെ നമുക്ക് അഭിമുഖീകരിക്കണമെങ്കിൽ ഇന്ന് ദൈവത്തോട് ചോദിക്കണം, ഈ വിഷയത്തിന്റെ നടുവിൽ നിന്റെ സ്ട്രാറ്റജി എന്താണ്? എങ്ങനെയാണ് ഞങ്ങൾ നിലകൊള്ളേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ആത്മീയ ജീവിതത്തിനകത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലി ഒരുപോലെ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം. പ്രൈസലോ. ചില വിഷയങ്ങളൊക്കെ നമുക്ക് കൺക്ലൂഷന് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രൈസലോ. എന്നാൽ ഇന്ന് രാത്രികാലം ആത്മീയ ജീവിതം എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് കാണേണ്ട വിടുതലുകളെ കാണുവാൻ കഴിയാത്ത സാഹചര്യമാകും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഓരോ ദിവസവും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് എന്റെ ആവശ്യം ദൈവസന്നിധി പറഞ്ഞ്, ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം ദൈവസന്നിധി പറഞ്ഞ്, ആ വിഷയത്തിനുള്ള മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ എന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ചില സാഹചര്യങ്ങൾ, അനുഭവിച്ച ചില സാഹചര്യങ്ങൾ, അതുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടത് ഇന്ന് തന്നെ ഞാൻ പെറുക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടത് ഇന്ന് തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഇടവരണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇവിടെ ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസല്ലോ. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ദൈവവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രികാല ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 4-ാമത്തെ വാക്യം, യഹൂദയർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി, അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ട് ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. യഹോശഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രങ്ങളും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്ത് കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ബെരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയത് കൊണ്ട് യഹൂദ്യരും യെരൂശലേമിലും എല്ലാം മുമ്പിൽ യഹോശഫാത്തുമായി സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് അവർ മടങ്ങി വരികയോ. അവരുടെ മടങ്ങി വരവ് എങ്ങനെയാ? സന്തോഷത്തോടെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ അപഹരിക്കുവാൻ, അവരെ അവസാനിപ്പിക്കുക ശത്രു അവർക്ക് നേരെ കടന്നു വന്നു. എന്നാൽ ഇന്ന് അവര് മടങ്ങി പോകുമ്പോൾ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിനകത്ത് കണ്ണുനീരോടെ അല്ല, നിരാശയോടെ അല്ല, സന്തോഷത്തോടെ. ദൈവമക്കളെ, ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ മടങ്ങി നമ്മുടെ മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മൾ പരിശുദ്ധാത്മ പറയുന്നു, നിരാശപ്പെട്ടു വന്ന് നിരാശ രാത്രികാലം ചെയ്തെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ആ വലിയ വിടുതൽ ജീവിതത്തിനകത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ തിരുവചനം ശക്തമായി നമ്മളോട് പറയുകയാണ്. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? കർത്താവിന്റെ പൊന്മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. അല്പസമയം നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ ദൈവമക്കളും. ഹല്ലേലൂയ. വളരെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ. കർത്താവിനോടൊന്ന് തുറന്നു പറയാൻ കഴിയുമോ? കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ബലഹീനതകൾ, ദൈവശബ്ദം തിരസ്കരിച്ചു പോയ സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്റെ വിടുതലിനകത്ത് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എന്നെ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരി ദൈവത്തിന്റെ
സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾക്ക് തടസ്സമായി നമ്മൾ പറഞ്ഞു പോയ എന്തെങ്കിലും വാക്കുകളാണോ, ആമേൻ, നമ്മുടെ മനസ്സിലെ ആമേൻ ഏതെങ്കിലും ചിന്തകളാണോ, ഇന്ന് രാത്രികാലം ദൈവത്തോട് തുറന്നു പറയാ, ദൈവമേ, എന്റെ വാക്കുകളോ എന്റെ ചിന്തകളോ ആമേൻ ഇന്നുള്ള വിടുതൽ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ എന്റെ ചിന്തകളെ എന്റെ വാക്കുകളെയും കർത്താവെ ക്ഷമിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, സാഹചര്യങ്ങൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ ഭയമുണ്ടാകാം. എന്നാൽ ആ ഭയമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ ആ സാന്നിധ്യം, ആമേൻ ആ ആശ്രയം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു പറയണം, നമ്മുടെ അവസ്ഥ തുറന്നു പറയണം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്നതെങ്കിൽ ആമേൻ നിങ്ങളുടെ ദൈവസ്ഥാനത്തിൽ തുറന്നു പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. കടന്നു പോകുന്ന സാഹചര്യത്തെ ആമേൻ നിയന്ത്രിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ദൈവമേ, ഞങ്ങൾക്ക് കഴിവില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ആത്മാർത്ഥമായി ആമേൻ പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് കഴിയുന്നു? ദൈവമേ, ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാ. ദൈവമക്കളെ, നമ്മൾ തുറന്നു പറയുമ്പോൾ ആ നിമിഷം തൊട്ട് നമ്മുടെ വിഷയങ്ങളെ ദൈവം ഏറ്റെടുക്കാൻ ഇടവരും. ദൈവത്തിന് പറയാനുള്ളത്, യുദ്ധം എനിക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ യുദ്ധം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടായി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം, ആരാധന കൊടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ സന്നിധി ഉറച്ചു നിന്ന് ആരാധന കൊടുക്കുന്നുവെങ്കിൽ ദൈവം ചെയ്യുന്ന ചില വിടുതലുകൾ കണ്ണാൽ കാണാൻ പറ്റും. ദൈവം തരുന്ന വിടുതലുകൾ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കാൻ പറ്റും. ആമേൻ. പ്രൈസ് മടങ്ങി യെരൂശലേമിലേക്ക് കടന്നു വരുന്നത് സന്തോഷത്തോടെ ആയിരിക്കാം, ആനന്ദത്തോടെ ആയിരിക്കാം, ദൈവിക വിടുതലുകളെ കണ്ടുകൊണ്ടായിരിക്കാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വചനങ്ങളെ ധ്യാനിക്കുക. ആമേൻ. വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകളായി തീരട്ടെ. ആമേൻ. അവസരം തന്ന ദൈവദാസന്മാരോട് നന്ദിയെ പറയുന്നു. ആമേൻ. താങ്ക് യു.